ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പം ഞാൻ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുവാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള പുറപ്പാടിലാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചൂടായതുകൊണ്ട് രാവിലെ കുളിക്കും, പിന്നെ രാത്രിയിലും കുളിക്കും. ഉച്ചക്കത്തെ കുളിയൊക്കെ ഒഴിവാക്കി കേട്ടോ. തലകറക്കം കിടക്കുന്നുണ്ട്, എപ്പോഴാണ് വീഴുന്നത് എങ്ങനെയാണ് ഒന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ഇന്നും തലറങ്ങി വീണായിരുന്നു. അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇത് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, 2 ദിവസം മുന്നേ ഉള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എടുത്തു വെച്ചിരുന്നു. അങ്ങനെ കാപ്പിയൊക്കെ ഇട്ടു. അങ്ങനെ ചെറുതായിട്ടൊക്കെ അടുക്കള കയറാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ചേട്ടന് കൈ വയ്യാതെ കെട്ടിയിട്ടിരുന്നു ഇത് കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് ഒരാഴ്ചയായി വർക്ക്ഷോപ്പിൽ പോയിട്ട് കൈ വയ്യായിരുന്നു, കൈ അനക്കാൻ വയ്യ. അങ്ങനെ എല്ലിന് ചെറിയൊരു പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ കാപ്പി ഇട്ട് ഇനി കുറച്ച് ബിസ്ക്കറ്റും കൊണ്ട് രാവിലത്തെ ഗുളിക കഴിക്കണം. അപ്പോൾ അതിന് മുന്നേ ഉള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷമായ പിന്നെ ഉപ്പുമാവൊക്കെ എങ്ങനെയും എനിക്കാണെങ്കിൽ ഉപ്പുമാവൊന്നും ഇവിടെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ സാഹചര്യമല്ലേ മനുഷ്യനെ മാറ്റുന്നത്. അങ്ങനെ ഉപ്പുമാവും കുത്തിക്കയറ്റിയിട്ട് ഞാനും ചേട്ടനും മോളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആശുപത്രി വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അവിടെ ആളില്ലാത്തതൊന്നും അല്ല കേട്ടോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് 2 പേരും ഒരേ കണക്ക് മാസ്കൊക്കെ ഇട്ട് ഒരേ കണക്ക് കൈ വെച്ച് ചുമ്മാ രസം. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന്. പക്ഷെ അവിടെ പോകുന്ന ബുദ്ധിമുട്ടും അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും നമുക്കല്ലേ അറിയാവൂലേ. ആശുപത്രി എന്ന് പറഞ്ഞാൽ കൂടെ വരുന്നവർക്ക് ബുദ്ധിമുട്ട്, നമുക്കും പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ട്. അപ്പം എൻ്റെ മോൻ സുമാറ്റോ ബോയിയാണ്. അങ്ങനെ മോൻ പറഞ്ഞു, അമ്മ ഉച്ചയ്ക്ക് ചോറൊന്നും നമ്മളിങ്ങനെ കഞ്ഞിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ മന്തി വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്നു. അപ്പോഴാണ് മോൻ വന്നത്. അങ്ങനെ മോൻ പിന്നെ ഇപ്പോൾ സൊമാറ്റോ പോയി കുറച്ച് നാളുകൊണ്ട് ഇപ്പം സൊമാറ്റോയിൽ പോകുന്നു, ഇപ്പോൾ ലീവല്ലേ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അച്ഛനും മോളും കൂടെ അടിയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം ഭയങ്കരമായിട്ട് അങ്ങ് കളി. അങ്ങനെ കുറച്ച് നേരം സമയമൊക്കെ പോയി. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി മന്തി കഴിച്ചു. അപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ മോൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ശമ്പളം കൂടെ കിട്ടിയപ്പം പിന്നെ മോൻ മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ മന്തിയൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. കാരണം എന്ന് വെച്ചാൽ ഹാഫ് മന്തിയല്ലേ, അപ്പം 2 പീസ് ചിക്കൻ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല. അപ്പോൾ അത് ഇങ്ങനെ പിച്ചിപ്പറിച്ച് 4 പേരും കൂടെ ഞാൻ കഴിച്ചു. അങ്ങനെയൊക്കെ എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഉണ്ട്, സങ്കടങ്ങൾ കൂനയോളം ഉണ്ട്. എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ ദൈവം എനിക്കുള്ള ധൈര്യം തരട്ടെ അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതെൻ്റെ ഒരു വിഷമം കൊണ്ടാട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി തന്ന ജീവിതമാണ് എൻ്റേത്. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. മാക്സിമം നമ്മളായിട്ടങ്ങ് ഒതുങ്ങി ജീവിക്കുക അല്ലേ. വരുന്നതെല്ലാം നമ്മൾ തന്നെ തരണം ചെയ്ത് പോവുക. അങ്ങനെയൊക്കെ തന്നെ ഇപ്പം പോകുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നീട് ഇനിയിപ്പോൾ രാത്രിയിൽ കഞ്ഞി ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം. വീഡിയോ കാണുന്ന കൂട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദി. അങ്ങനെ നമ്മൾ വീടൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ മോൻ പോയി കേട്ടോ. മോൻ പിന്നെ വീണ്ടും 5 മണിക്ക് പോകും. അപ്പോഴത്തേക്കത് അച്ഛനും മോളും കിടപ്പായി, കിടപ്പാന്ന് വെച്ചാൽ ഉറക്കമാണ് കേട്ടോ. അവർ ഇച്ചിരി നേരം ഒന്നും കിടന്നുറങ്ങും. എനിക്ക് പിന്നെ പകൽ കിടന്നാലും അങ്ങനെ ഉറക്കമൊന്നും വരാറില്ല. അങ്ങനെ ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ അടുക്കളയൊക്കെ കുറേ നാളായില്ലേ കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തിട്ടന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അക്കുനും ചക്കീനെയും വൈകിട്ടൊക്കെ ഒന്ന് തുറന്നു വിടുവാണ്. ഇനിയിപ്പം കുറച്ച് പാല് കാച്ചി കൊടുക്കണം. പിന്നെ ഇനിയിപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ചായ കുടി ഇല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും ചായ കുടിക്കാൻ തുടങ്ങി. കാപ്പിയായിരുന്നു കേട്ടോ. കാപ്പി എന്ന് വെച്ചാൽ ഒന്നീ തേയിലവെള്ളം, അല്ലെങ്കിൽ എന്തോ ഒരു നമുക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോൾ എന്താ പറയുന്ന ചില ആഹാരത്തിനോട് വെറുപ്പൊക്കെ വരത്തില്ല. അങ്ങനെ കുറേ ദിവസം ചോറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അതിൽ നിന്നെല്ലാം ഒരുപാട് മാറി വരുന്നു. സൗണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഫുഡ് കഴിക്കാതെയും തലകറക്കവും എല്ലാം കൊണ്ട് ഇപ്പം എല്ലാം റെഡിയായി തിരിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ വിഷമതകൾ കുറയട്ടെയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ അക്കവും ചക്കയും ഹാപ്പിയാണ് കേട്ടോ. അവരോട് കൂടെ നമ്മൾ കുറേ നേരം ടൈമൊക്കെ പോകാറുണ്ട്. എനിക്ക് വയ്യെങ്കിലും ഞാൻ അവിടെ വന്നിരിക്കും. അപ്പോൾ നമ്മളെ കറമ്പൻ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു മുട്ടായി വന്ന് ഇങ്ങനെ തിന്നുവാണ്. അങ്ങനെ എനിക്കും തന്നു. ഞങ്ങൾ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അക്കവും ചക്കയായിട്ടൊക്കെ സമയം കുറച്ച് നേരം കളഞ്ഞ്. അവർ കളിക്കും കേട്ടോ, 2 പേരും കൂടെ അടികൂടിയും അങ്ങനെയൊക്കെ ഒരു സന്തോഷം. നമുക്ക് അവരുള്ളപ്പം എന്താ പറയുക, കൂടെ കുറച്ച് പേരുള്ള കണക്കൊരു ഫീലിംഗാണ്. അല്ലാതെ മൃഗങ്ങളായിട്ട് നമുക്കങ്ങനെ തോന്നാറില്ല. അത് വളർത്തുന്നവർക്കെല്ലാം അറിയാമല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി ഗോതമ്പ് കഞ്ഞിയാണ്. അപ്പോൾ ഇനി അത് വെക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പം വിചാരിച്ച് കുറച്ച് പാല് കാച്ചി മക്കൾക്കും കൊടുത്തിട്ട് അവർക്ക് 2 പേർക്കും കുറച്ച് പാലും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു, ചക്കൂന് ചക്കിക്ക്. അപ്പോൾ ആ ഗോതമ്പ് കഞ്ഞിയാണ്, സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി. മോക്കില്ല, അംഗൻവാടിയിൽ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. ഞാനിങ്ങനെ ഓരോ വിശേഷങ്ങളൊന്ന് പറയാം കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യണേ.
അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങളെയൊക്കെ വീഡിയോ മാക്സിമം ഞാൻ കാണാറുണ്ട്, പക്ഷേ എനിക്ക് കമൻ്റ് ഇടാൻ പറ്റാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കേ, നാളെ കാണാം, ബൈ.